പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൂടുതൽ സൊറേന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ പ്ലാന്റ്സ് കാണാം. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു എപ്പീഷ്യ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. റെഡ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. പിന്നെ ഉള്ളത് നിക്കോഡിയ. നിക്കോഡിയ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം. പിന്നെ ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കൊന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം, പൂക്കൾ പിടിച്ചോളും. ഇത് മെലസ്റ്റോമയുടെ പ്രൈസ് എന്ന് പറയുന്നത് 45 റുപ്പീസ്. ഇത് നമുക്ക് ചട്ടിയിലോ മണ്ണിലോ വളർത്താം. മണ്ണിലാണ് വളർത്തുന്നതെങ്കിൽ നല്ല പൊക്കത്തിൽ ഇത് വളർന്നോളും. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം, നന്നായിട്ട് വെള്ളം കൊടുക്കണം. ഇത് ജമന്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്, 50 രൂപയാണ്. പിന്നെയുള്ളത് ലോറ പെറ്റലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. ഇതും നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം. ലീഫും പൂവും എല്ലാം കാണാൻ ഭംഗിയാണ്. പിന്നെയുള്ളത് മിനിയേച്ചർ റോസ്, ഡാർക്ക് പിങ്ക് കളർ. മിനിയേച്ചർ റോസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസ്. ഇത് പവിഴമല്ലിയുടെ പ്രൈസ് 65 റുപ്പീസ്. ഇത് സമ്മർ സ്നോ വൈറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസ്. നന്നായിട്ട് പൂക്കൾ പിടിച്ചോളും. ഇടയ്ക്ക് DAP വളമൊക്കെ കൊടുത്താൽ മതി. ഇത് ചെമ്പരത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. നമുക്ക് യെല്ലോ കളറും ഒക്കെ ഉണ്ട്, പക്ഷെ പൂ പിടിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അതുമൊക്കെ 90 റുപ്പീസാണ്. ഇത് അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. ഇത് ഒരു ടൈപ്പ് അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. വീണ്ടും ഒരു അഗ്ലോണിമ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. അടുത്തത് അഗ്ലോണിമ ഐസ്, 70 റുപ്പീസ്. കലാത്തിയ 40 റുപ്പീസ്. പിന്നെയുള്ളത് ഒരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് അരേലിയ വെരിഗേറ്റഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. അടുത്തത് ക്രോട്ടൺ വെറൈറ്റി, ക്രോട്ടൺ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. പിന്നെ പെഡലാന്തസ് വെരിഗേറ്റഡ്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. ഇത് ട്രസീനയുടെ പ്രൈസ് 30 റുപ്പീസ്. പിന്നെയുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റ് പ്രൈസ് 10 റുപ്പീസ്. അത് കഴിഞ്ഞിട്ട് വോക്കിംഗ് ഹൈറസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. നല്ല യെല്ലോ കളർ ഫ്ലവർ പിടിക്കും. അധികം കെയറിങ് ഒന്നും വേണ്ടേ, കുറച്ച് വെയിലുള്ള ഭാഗത്ത് നിർത്തണം, നന്നായിട്ട് വെള്ളം കൊടുക്കണം. ഇത് ഡിഫൻ ബാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. ഇത് 30 റുപ്പീസ്. ഇത് 40 റുപ്പീസ്. ഇത് 30 റുപ്പീസ്. റെഡ് ലിപ്സ്റ്റിക്, അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്. ഇത് വിങ്കാ റോസ്. ഈ കളറുണ്ട്. പിന്നെ ഇത് കുറ്റിമുല്ലയുടെ പ്രൈസ് എന്ന് പറയുന്നത് 30 രൂപ, 30 റുപ്പീസ്. ഇത് നിയോൺ പോത്തേഴ്സ് 20 റുപ്പീസ്. പിന്നെയുള്ളത് സിങ്കോണിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അതായത് വീണ്ടും വന്ന് റെഡ് ലിപ്സ്റ്റിക്ക് 30 റുപ്പീസ്. സിഫീഡിയൻ 20 റുപ്പീസ്. വൈറ്റ് കളർ ഫ്ലവർ പിടിക്കും. പിന്നെയുള്ളത് വെരിഗേറ്റഡ് സ്നേക്ക് പ്ലാന്റ്, പ്രൈസ് 50 റുപ്പീസ്. പിന്നെയുള്ളത് ഗ്രീൻ സിങ്കോണിയം ഫ്ലാഷ്, പ്രൈസ് 50 റുപ്പീസ്. കലാത്തിയുടെ പ്രൈസ് 70 റുപ്പീസ്. ഇത് അഗ്ലോണിമ ബട്ടർഫ്ലൈ, 80 റുപ്പീസ്. ഇതും അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. ഇത് ഫിലോഡോണ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. പിന്നെയുള്ളത് ശ്രീലങ്ക മുല്ല, 65 റുപ്പീസ്. അഗ്ലോണിമ 20 റുപ്പീസ്. ഫിലോഡൻഡൻ 10 റുപ്പീസ്. ഇത് തെച്ചിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇത് കലാത്തിയ 50 റുപ്പീസ്. ഇത് 20 റുപ്പീസ്. അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി 60 റുപ്പീസ്. സ്നേക്ക് പ്ലാന്റ്, നീളത്തിൽ വളരുന്ന സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. പ്ലേറ്റ് അരേലിയ 20 റുപ്പീസ്. പിന്നെയുള്ളത് പെപ്പറോമിയ, ഹാങ്ങിങ് പെപ്പറോമിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. കലാത്തിയ 70 rupees.
വീണ്ടും അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. ഇത് യുഫോർബിയ 20 റുപ്പീസ്. പിന്നെയുള്ളത് ലക്കി ബാമ്പു വെരിഗേറ്റഡ്, 2 കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 35 റുപ്പീസ്. ഇത് മണിമുല്ലയുടെ പ്രൈസ് എന്ന് പറയുന്നത് 45 റുപ്പീസ്. ഇത് ഗാർലിക് വൈൻ 30 റുപ്പീസ്. ഇത് ഫയർ സ്പൈക്ക്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. റെഡ് കളർ ഫ്ലവർ പിടിക്കും. ഇത് ക്രോട്ടൺ പ്ലാന്റ് 25 റുപ്പീസ്. ഇതൊരു കലേഡിയം, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. പിന്നെയുള്ളത് ഈ ബാമ്പു, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലുള്ള പ്ലാൻസ് എന്ന് പറയുന്ന പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലേ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് നമുക്ക് മെസ്സേജ് ഇട്ടിട്ട് പിന്നെ വാങ്ങിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ പിന്നെ വന്ന് മെസ്സേജ് ഇടണം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത്. അത് ഞാൻ സത്യം പറഞ്ഞ ഒരാളെ രണ്ടാളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് കാര്യമൊന്നും മനസ്സിലാക്കാൻ വേണ്ടി, പക്ഷെ ഞാൻ ആ കാര്യമൊന്നും അതിനകത്ത് പറഞ്ഞതുമില്ല. അപ്പം അതെന്ന് പറയുന്നത് അങ്ങനെ പറയാൻ കാര്യം എന്തെന്നറിയാവോ, അങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റാതെ വരും, അത് ഓക്കെ. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ വിഷമം വരും. എന്തെന്ന് വെച്ചാൽ നമ്മുടെ അത്രയും ടൈം പോകുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ വീഡിയോസിൽ എത്ര ഫോട്ടോസ് ഇടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ടല്ലോ. 20 രൂപയും 10 രൂപയുടെയും പ്ലാൻസ് ഒന്നും ഞാൻ ഫോട്ടോസ് ഇടത്തില്ല. അത് പ്ലാൻസ് ചെറുത് തന്നെയാണ്, ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞാലും ചില സമയത്ത് ഫോട്ടോസ് ഇട്ട് കൊടുക്കേണ്ടി വരും, ഇട്ട് കൊടുക്കും. പക്ഷെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അത്രയും ടൈം പോയി കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കളഞ്ഞിട്ട് അങ്ങ് പോയി കളയും. പിന്നെ ഒന്നെന്ന് പറയുന്നത്, വേറൊരു കസ്റ്റമർ വന്ന് നമ്മുടെ അടുത്ത് പ്ലാൻസ് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം അവരുടെ അടുത്ത് ഇല്ലെന്ന് അങ്ങ് പറയും. ഇവിടെ ഓർഡർ കൺഫേം ആക്കത്തില്ല, പേയ്മെൻറ്റ് ചെയ്യത്തതുമില്ല, അവർ വാങ്ങിക്കത്തതുമില്ല, നമുക്ക് ഈ കസ്റ്റമറിന് ഒട്ട് കൊടുക്കാനും പറ്റത്തില്ല. ഈ ഒരു 2 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. ഞാനങ്ങനെ ഒരാളെ ഉദ്ദേശിച്ചല്ല സത്യത്തിൽ പറഞ്ഞത് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. ഇന്ന് എനിക്കൊരു വോയിസ് വൈകിട്ട് വന്നായിരുന്നു, ചേച്ചി എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു, ചേച്ചിയുടെ ടൈം വേസ്റ്റ് ആക്കിയതിന് സോറി എന്നും പറഞ്ഞു. ഇവിടെ മക്കളെ, ഞാൻ നിന്നെ ഉദ്ദേശിച്ച് മാത്രമല്ല അങ്ങനെ പറഞ്ഞത് കേട്ടാ. അതിന് സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ സത്യം പറഞ്ഞ വോയിസ് കേട്ടപ്പോഴത്തേക്ക് വിഷമമായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പേരുടെ അടുത്ത് സോറി പറയണമെന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഇതിൻ്റെ ഉസ്താദാണ് ഈ പക്ഷേ എന്ന് കരുതി ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഫോട്ടോസ് ഇട് ഞാൻ സത്യം അങ്ങനെ ചെയ്യിപ്പിക്കാറില്ലേ. വേറെ എന്തൊക്കെ പ്ലാൻസ് ഉണ്ട്, അതിൻ്റെ ഫോട്ടോസ് ഇടാവോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞത്, മെസ്സേജ് ഇട്ട് വാങ്ങിക്കാൻ പറ്റാത്തൊരു കുഴപ്പമില്ല, ഇനിയും വന്ന് മെസ്സേജ് ഇട്ടോ, അതൊക്കെ അങ്ങനെ തന്നെയാണ്, സാരമില്ല എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. അതൊക്കെ അങ്ങനെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റാതെ വരും, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ മെസ്സേജ് ഇട്ടിട്ട് വാങ്ങിക്കാതെ പോകുന്ന ഇതുണ്ടല്ലോ, ഈ രീതി ഉണ്ടല്ലോ, അത് ഇപ്പോഴും തുടങ്ങിയതല്ല, അത് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈം മുതലേ ഉള്ളതാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസിൽ പറയുന്നത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ. അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇന്ന ആളെ ഉദ്ദേശിച്ച് അല്ല, ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ പറയത്തില്ല. കാരണം എന്താണെന്നറിയോ, കസ്റ്റമേഴ്സ് ഇസ് ദി കിങ്. കസ്റ്റമർ രാജാവാണ്. കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ സെല്ലേഴ്സ് ഇല്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യം. അപ്പം പ്ലാൻസ് വേണ്ടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. സ്ക്രീൻഷോട്ട് അയക്കണേ, നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.